UAE തന്നെ ഏറ്റവും വലിയ പള്ളിയാണ് ഷെയ്ഖ് സായിദ് മോസ്ക് അബുദാബി ട്ടോ. രണ്ടാമത്തെ പള്ളിയാണ് ഫുജൈറ ഷെയ്ഖ് സായിദ് മോസ്ക്. രണ്ടിനും ഓരോ പേര് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുജൈറ ഷെയ്ഖ് സായിദ് മോസ്കിലാണ്. ഇന്നൊരു ഫ്രൈഡേ ആണ്. അപ്പോൾ നമ്മളിന്ന് ഷെയ്ഖ് സായിദ് മോസ്കിൻ്റെ കാഴ്ചകളും ഇന്ന് നമ്മളവിടെയാണ് ജുമാ നിസ്കരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. കൂർഫ്ഖാനിൽ നിന്നും ഫുജൈറയിലേക്ക് ഏകദേശം 20 to 25 മിനിറ്റ് നമുക്ക് റണ്ണിങ് ഉണ്ട് വണ്ടിയിൽ. ഏകദേശം 10-30 കിലോമീറ്ററോളം യാത്ര ഉണ്ട് ഈ ഷെയ്ഖ് സായിദ് മോസ്കിൻ്റെ അടുത്തേക്ക് കേട്ടോ. ഈ ഒരു യാത്രയിൽ നമുക്ക് മനോഹരമായിട്ടുള്ള അടിപൊളി കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റട്ടോ. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വെച്ചാൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയാണ്. കൊട്ടാര സമാന്തരമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. പിന്നെ നമ്മൾ നേരെ കയറി കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ കൂർഫ്ഖാൻ സിറ്റി വിട്ട് കഴിഞ്ഞ് ഇനി നേരെ നമ്മൾ ഫുജൈറയ്ക്ക് കടന്നാണ്. ഫുജൈറയ്ക്ക് കടന്ന പാടന്നെ നമുക്ക് കാണാൻ സാധിക്കുക വെച്ച് കഴിഞ്ഞാൽ റേറ്റിലേക്ക് പോകുന്ന ആ വഴിയുണ്ടല്ലോ, അത് നമ്മുടെ വിസിം പാസ്പോർട്ട് ഇല്ലാതെ ഒമാനിലേക്ക് പോകാൻ ആരെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് പോരിട്ടോ നമുക്ക് അവിടെ പോവാം. അടിപൊളി പ്ലേസാണ് മദ്ഹ എന്ന് പറഞ്ഞ അടിപൊളി പ്ലേസാണത്. അങ്ങനെ നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു കേട്ടോ. അടിപൊളിയാണ് ഈ UAE റോഡുകളിലൂടെ യാത്ര ചെയ്യാനുള്ള ആ ഒരു വൈബ് ഉണ്ടല്ലോ, അതൊന്ന് വേറെയാണ്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുജൈറ പോർട്ടിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഇത് നമ്മുടെ പെട്രോളിയത്തിൻ്റെ ഒക്കെ ടാങ്കുകളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കേട്ടോ. റിസ്ട്രിക്റ്റഡ് ഏരിയ ആയതുകൊണ്ട് തന്നെ വല്ലാതെ നമുക്ക് അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഷോട്ട് വെച്ചിട്ട് ഈ സംഭവം നിർത്തിയിട്ടാണ് നമ്മൾ നേരെ ഫുജൈറയിലേക്ക് ഏകദേശം എത്താനായിരിക്കുന്നുണ്ട്. നമ്മുടെ ഇത്തിഹാദ് റെയിൽ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫുജൈറ പോർട്ടുമായിട്ടും ഇപ്പോൾ ബന്ധിപ്പിക്കുന്നുണ്ട് കേട്ടോ. ട്രെയിൻ സർവീസ് ബന്ധിപ്പിക്കുന്നുണ്ട്, ചരക്ക് നീക്കങ്ങളൊക്കെ ബന്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ആ ഒരു മേൽപ്പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിഹാദ് റെയിൽവേയുടെ ഒരു മേൽപ്പാലമാണ് അവിടെ എടുക്കുന്നത്. അതിനെന്തോ മെയിൻ്റനൻസിന് വർക്കിന് വന്നിട്ടുള്ള ഒരു എഞ്ചിനാണ് ആ മുകളിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇതേ പള്ളി കണ്ടിരിക്കുകയാണ്. നമ്മൾ ദൂരത്ത് നിന്ന് ഫോക്കസ് ചെയ്തിട്ട് പള്ളി കണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ നെസ്റ്റോലൊന്ന് കയറിയിരുന്നു. അതിൻ്റെ ഇടയിൽ അങ്ങനെ നെസ്റ്റോയിൽ നിന്ന് ഇറങ്ങി വീണ്ടും നമ്മൾ പള്ളി ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുക്കും തോറും വളരെ മനോഹരമാണ് കേട്ടോ. ഭംഗിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമല്ല, നല്ല കാണാൻ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു പള്ളി. നമ്മൾ നേരെ അകത്തേക്ക് കയറിയിട്ടാണ്. ഇനി ഇതിൻ്റെ അകത്തെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ ഒന്നും പറയാനില്ല മക്കളെ, എളുപ്പമല്ല കേട്ടോ. നേരെ ഇറങ്ങിപ്പോയത് നമ്മൾ ജസ്റ്റ് ഓടെടുക്കാനും ജസ്റ്റ് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു ഏരിയ തന്നെ ബാത്റൂം ഫുൾ സെറ്റ് അടിപൊളി. ഇങ്ങനെ തന്നെ ഏകദേശം 10 കൗണ്ടറോളം അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഒതു ചെയ്യുന്ന ഭാഗങ്ങൾ, പിന്നെ നമുക്ക് ജസ്റ്റ് മുഖം ഒക്കെ കഴുകാൻ വേണ്ടിയുള്ള വാഷ് ബേസിനുകൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കയറിപ്പോകാൻ എക്സലേറ്റർ, എല്ലാ സൗകര്യങ്ങളും എന്ത് വേണം അതെല്ലാം രാജകീയ പ്രൗഢിയിൽ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 28,000 ആണ് കേട്ടോ. 28,000 ആണ് പള്ളിയുടെ അകത്ത് നമസ്കരിക്കാൻ പറ്റുന്നവരെ എണ്ണം. 28,000 ആണ്. പിന്നെ ഇതിൻ്റെ കോർട്ട്യാർഡിൽ വരുന്നത് ഏകദേശം 14,000 ആൾക്ക് കോർട്ട്യാർഡിൽ നിസ്കരിക്കാൻ പറ്റും കേട്ടോ ഏകദേശം. പിന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഏകദേശം വന്നിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ 210 മില്യണാണ് നമ്മൾ ഇതിൽ നോക്കുമ്പോൾ ഗൂഗിളിൽ നോക്കുമ്പോൾ കണ്ടത് കേട്ടോ. വിക്കിപീഡിയയിൽ അതൊക്കെ എടുക്കുന്നുണ്ട് ഏകദേശം. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡോംസ് 65 ഡോംസ് ഉണ്ട് നമ്മുടെ ഈ ഒരു മസ്ജിദിന് ഏകദേശം. പിന്നെ ഉള്ളിലത്തെ ഒരു ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമൻ ആർക്കിടെക്ചറും പിന്നെ മൂറിഷ് ആർക്കിടെക്ചറും കൂടി കലർന്ന ഒരു ഏകദേശ രൂപം ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഈ കോർട്ട്യാർഡ് എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കോർട്ട്യാർഡ് കേട്ടോ, അടിപൊളിയാണ്.